മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ശോഭന. അതുപോലെ ശോഭനയുടെ മകൾ നാരായണിയും. നാരായണിയും ശോഭനയും കൂടി പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം അതിവേഗം വൈറലാകാറുണ്ട്. മകളെ ഡാൻസ് പഠിപ്പിക്കുന്ന വീഡിയോ, മകളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ, അത്തരത്തിലെല്ലാം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത വളരെയധികം ഇഷ്ടത്തോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴിതാ ഭരതനാട്യത്തിലെല്ലാം ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളുമായി കറങ്ങാനിറങ്ങിയ ശോഭനയുടെ മുന്നിൽ കുസൃതി കാണിക്കുകയാണ് നാരായണി. എല്ലാവരും വളരെ നന്നായി കളിക്കുമ്പോൾ നാരായണി മാത്രം സ്റ്റെപ്പ് തെറ്റിച്ച് കളിക്കുന്നത് വീഡിയോയിൽ കാണാം. എന്നാൽ അപ്പോൾ തന്നെ ശോഭന നാരായണി നോക്കുകയും വീഡിയോ അങ്ങോട്ടേക്ക് മാറ്റാതെയും ഇരിക്കുകയാണ്. പിന്നീട് നാരായണിയെ വീഡിയോയിൽ കാണിക്കുന്നുമില്ല. നാരായണി എന്തെങ്കിലും ചെയ്യട്ടെ എന്നായിരുന്നു പിന്നീട് ശോഭനയുടെ ഒരു മൈൻഡ്. ശോഭന അത് വളരെ രസകരമായി തന്നെ കാണിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരായണിയോട് എങ്ങനെയാണ് ശോഭന പെരുമാറുന്നതെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി. അമ്മയും മകളേക്കാൾ ഉപരി ഒരു സൗഹൃദത്തിലാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത്. നാരായണിയെ വളരെ ചെറുതിലെ തന്നെ ദത്തെടുത്തതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശോഭന അവിവാഹിതയായി കഴിയുമ്പോൾ തന്നെ എല്ലാവരും ശോഭനയോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പെട്ടെന്നാണ് ഞാനൊരു പെൺകുഞ്ഞിന് അമ്മയായി എന്നുള്ള കാര്യം ശോഭന പങ്കുവച്ചത്. 56 വയസ്സാണ് ശോഭനയ്ക്ക്. ശോഭനയുടെ മകൾ നാരായണി ചന്ദ്രകുമാർ എന്ന് പേരിട്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട താരപുത്രി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് എന്ന് പറയാം. ആനന്ദം ചന്ദ്രകുമാർ പിള്ളൈ എന്നാണ് ശോഭനയുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചന്ദ്രകുമാർ എന്ന പേരിൽ നാരായണിയെ വിളിക്കുന്നത്. സഹോദരിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകുമോ അതുപോലെയാണ് ഇപ്പോൾ ശോഭന ഇട്ടിരിക്കുന്നത്. ശോഭന ചന്ദ്രകുമാർ പിള്ളൈ എന്നാണ് ശോഭനയുടെ യഥാർത്ഥ പേര്. അതുകൊണ്ട് തന്നെയാണ് ആനന്ദ നാരായണി ചന്ദ്രകുമാർ എന്ന് മകൾക്ക് പേരിട്ടിരിക്കുന്നത്. നാരായണി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നാരായണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്, വളരെയധികം ശ്രദ്ധിക്കാറുമുണ്ട്. പത്മഭൂഷൺ, പത്മശ്രീ, നാഷണൽ ഫിലിം ഫെയർ അവാർഡ് അങ്ങനെ തുടങ്ങി നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ തിരുവനന്തപുരം സ്വദേശിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശോഭന. ഒരു ഇന്ത്യൻ അഭിനേത്രിയും ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് സിനിമകളിലും തെലുങ്ക്, തമിഴ് സിനിമകളിലുമെല്ലാം മലയാള സിനിമയുടെ സാന്നിധ്യം അറിയിക്കുകയും മലയാള സിനിമയുടെ മികച്ച നടിയായി മാറുകയും ചെയ്തൊരു താരം കൂടിയാണ് എന്നുകൂടി പറയണം. 1991 ദളപതിയും 93 മണിച്ചിത്രത്താഴും 94 തേന്മാവിൻ കുമ്പത്തുമൊക്കെ ശോഭനയെക്കുറിച്ച് പറയേണ്ട നല്ല സിനിമകൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ 2025 തുടരുമെന്ന മോഹൻലാൽ ചിത്രം ഹിറ്റായി മാറിയതോടെ ശോഭന വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവം തന്നെയാണെന്ന് പറയാം. വരാനിരിക്കുന്ന രാമായണ എന്ന സിനിമയാണ് ഇനി ഏറ്റവും കൂടുതൽ ശോഭനയുടേതായി കാത്തിരിക്കുന്ന ഒരു സിനിമ. വളരെയധികം പ്രേക്ഷക പ്രതീക്ഷയോടെ രൺബീർ കപൂർ, സായ് പല്ലവി തുടങ്ങി നിരവധി പേർ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണത്. പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ആ സിനിമയോടൊപ്പം തന്നെയാണ് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നതും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നാരായണിയുടെ കുസൃതി നിറഞ്ഞ വീഡിയോ കൂടി കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഇവരുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. ഇവരുടെ വീട്ടിലെ സന്തോഷ നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനോടൊപ്പം ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.